ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബ്രെഡും തേങ്ങയും വെച്ചിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. എത്ര നമുക്ക് ഇത് ഉണ്ടാക്കി കഴിച്ചാലും കൊതി തീരില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓരോരുത്തർക്കും പലഹാരം വേണ്ടതിനനുസരിച്ചാണ് ബ്രെഡും തേങ്ങയൊക്കെ എടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 6 ബ്രെഡാണ്, അതുപോലെ 1 മുറി തേങ്ങയുമാണ്. അതിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും പറയുന്നത്. ഈ ഒരു 6 ബ്രെഡിന്റെയും അരികു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് വേണ്ട, ആ ഒരു അരികു ഭാഗം ഇതിൽ വന്നാൽ കയ്പ്പ് രസം വരും. അതുകൊണ്ട് അത് നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമില്ല. അത് നമുക്ക് മാറ്റി വെച്ചിരിക്കാം. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ പൊടിച്ച് മാറ്റി വെച്ചു. അടുത്തതായി 1 മുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നാലേ നന്നായിരിക്കുള്ളൂ. ഇനി അടുത്തതായിട്ട് ഇത് തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. നെയ്യിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു തേങ്ങ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. ഈ ഒരു സ്വീറ്റ് അല്ലെങ്കിൽ സ്നാക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒട്ടും ആവശ്യമില്ല. ഭയങ്കര ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് വെച്ചിരിക്കാനായിട്ട്. ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. കൂട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ പരുവവും ആ ഒരു ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. അതുപോലെ കൈവിടാതെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. ഇപ്പോൾ ഞാനിതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പൊടിയാണെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പഞ്ചസാരയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മധുരത്തിന്റെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തു. ഈ ഒരു തേങ്ങ പഞ്ചസാരയിലും നെയ്യിലും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. അതുപോലെ ചെറുതായിട്ടൊരു കളർ ചേഞ്ചും വരും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡ് പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു ബ്രെഡ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിലൊക്കെ പാൽ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തേങ്ങാവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് എടുത്തിരുന്ന ആ ഒരു തേങ്ങയുടെ വെള്ളം നല്ല വെള്ളമായിരുന്നു, അതുകൊണ്ടാണ് എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാലോ അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി കലക്കിയോ ഒഴിച്ചു കൊടുക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പച്ചവെള്ളം. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ നെയ്യ് സ്പ്രെഡാക്കി വെച്ചിരുന്ന ട്രേയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് സെറ്റാക്കി എടുക്കാനായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ കയ്യിലൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കയ്യിൽ ബോൾസ് ടൈപ്പിലാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം, ഇതുപോലെയും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതുപോലെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റ് ഒക്കെ ആയപ്പോഴാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിലൊക്കെ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ദാ നല്ല പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ മക്കൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും ഇത് എത്ര കഴിച്ചാലും കൊതിയില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.